പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാവേരിനെ മോശമായിട്ട് രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വീട്ടിലെ ചെക്കന്മാരെ വല വീശി പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ശാരദയ്ക്ക് ഒട്ടും തന്നെ. അപ്പോൾ ഗംഗയാണെന്നുണ്ടെങ്കിലും മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാവേരി അങ്ങനത്തെ ഒരാളല്ല എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ വിനീത് പറയുന്നുണ്ട്, വിനീതിനോട് ശാരദ പറയുന്നതേ, വിനീതെ ഇവരെ വേണമെങ്കിൽ അടിച്ചിറക്കി പറഞ്ഞയച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് ചൂലെടുക്കുന്നൊക്കെ ശാരദ പറയുന്നുണ്ട്. അന്നേരം രാജേശ്വരി പറയുന്നുണ്ട്, അതെ ഇവിടെ എന്തായാലും ചൂലെടുക്കൊന്നും വേണ്ട, കാരണം ഇവിടെ ചൂല് കുറവായിരിക്കും, പക്ഷേ റിസോർട്ടിൽ ഇഷ്ടം പോലെ ചൂലുണ്ട്. അതുമായിട്ട് ഞാനൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓടി വരും. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട. പിന്നെ എൻ്റെ മകൻ ഒരു ദിവസം കാവേരിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവന് എന്നോട് പറയുകയാണ്, ദേ ഇതാണമ്മേ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തി തരുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസം ഞാൻ അവളെ നിലവിളക്ക് കൊളുത്തിയിട്ടായിരിക്കുമല്ലോ സ്വീകരിക്കുന്നത്. ഒരു കലം വെള്ളം, തിളച്ച വെള്ളം മുഖത്തേക്ക് ഒഴിച്ചിട്ടായിരിക്കും ഞാൻ സ്വീകരിക്കാമെന്നൊക്കെ പറയുകയാണേ. അന്നേരം ശാരദ പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ മോനാണ് എൻ്റെ മകളെ അന്വേഷിച്ച് ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. എൻ്റെ മകളെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് അന്വേഷിച്ച് വന്നിട്ടുണ്ടോ? ഇനിയെങ്ങാനും എൻ്റെ മകളെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു കലം ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കും. നിങ്ങളോടെ മാത്രമല്ല ചൂടുവെള്ളം ഉള്ളത്, ഇവിടെയും ചൂടുവെള്ളം ഉണ്ട്. നിങ്ങളുടെ മോനാണ് ഇവിടേക്ക് അവളെ കാണാനായിട്ട് വന്നിട്ടുള്ളത്, അവളല്ല അവിടേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും രാജേശ്വരി പറയുകയാണ്, അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകളിലൊക്കെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇനി ഒരിക്കലും അവർ കാണാനായിട്ട് ഇടവരരുതെന്ന് പറഞ്ഞിട്ട് രാജേശ്വരി അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം ദിവനിങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാവേരിയോട് പറയുന്നുണ്ട്, ഇപ്പോൾ കാവേരിയുടെ മനസ്സൊക്കെ ഒന്ന് ഓക്കെ ആയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെ എനിക്കെന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോൾ ഞാൻ ഇതുപോലെയാണ്, ഒരു ലോങ് ഡ്രൈവ് പോകും. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാം, കഴിക്കണമെങ്കിൽ കഴിക്കേണ്ട, ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം, ഉറങ്ങണ്ടെങ്കിൽ ഉറങ്ങണ്ടെങ്കിൽ ഉറങ്ങണ്ടെന്ന് പറയില്ല, ഉറക്കം വരുമ്പോൾ ഉറങ്ങണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ കാവേരി ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഭാഗ്യം ചിരിച്ചല്ലോ, മനസ്സമാധാനമായി എന്ന് പറയട്ടോ. നിവിൻ്റെ ഓരോ തമാശകൾ കേട്ടാൽ എങ്ങനെ ചിരിക്കാതിരിക്കുക. ഈ സമയത്ത് നിവിൻ തൻ്റെ പ്രണയം പറയാൻ പോകുമ്പോഴേക്കും കാവേരിയുടെ ഫോണിലേക്ക് ഗംഗ വിളിക്കുകയാണ്. എന്നിട്ട് ഗംഗ ചോദിക്കുന്നത്, എവിടെയാണ്? ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട് ചേച്ചി, എന്നാൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വായോ, എന്താ ചേച്ചി കാര്യം ചോദിക്കുമ്പോഴേക്കും ഗംഗ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ ദിവി ചോദിക്കും, എന്താ കാര്യം? എന്താണെന്നറിയില്ല, ഗംഗ ചേച്ചി അവന് വിളിച്ചത്, എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ പറഞ്ഞു, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നിവിൻ എന്താ എന്നോട് പറയാൻ പോയത്? അത് ഞാനെന്തോ തമാശ പറയാൻ പോയതാ, അത് എനിക്ക് തന്നെ ഓർമ്മയില്ല. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം. നിവിനും വരുന്നുണ്ടോ? ഞാനും വരുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് കാവേരി വരാൻ പോകുമ്പോഴേക്കും നിവിനും കൂടെ വരാണ് കേട്ടോ. എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ കാവേരി പറഞ്ഞു, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് ഇവർ അകത്തേക്ക് ചെല്ലാണ്. ഈ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു 3 പേരും കൂടി ഇരിക്കുകയാണ് കേട്ടോ, വിനീതും ശാരദയും ഗംഗയും കൂടിയിട്ട്. എന്നിട്ട് എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണേ. എന്നിട്ട് വിനീത് നിവിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അളിയാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ ശാരദ പറയും, വിനീതേ ഞാൻ സംസാരിക്കാം എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് നിവിനോട് പറയാണ്, ഇനി മേലിൽ ഇവിടേക്ക് വരരുതെന്ന് പറയണം കേട്ടോ നിവിനോട്. അപ്പോൾ പെട്ടെന്ന് കാവേരി എന്താണാവോ എന്ന് വിചാരിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗ പറയുന്നുണ്ട്, നിൻ്റെ അമ്മ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, കാവേരിനെ നിന്നെക്കുറിച്ച് മോശപ്പെട്ട രീതിയിലൊക്കെയാണ് സംസാരിച്ചതെന്നൊക്കെ പറയേ. അപ്പോൾ നിവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് കേട്ടോ. അപ്പോൾ കാവേരി പറയും, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, അവരെന്തിനാണ് ഇവിടെ വന്നത് നോക്കിയാണ് കേട്ടോ. അത് അങ്ങനെ വരാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കിയിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ശാരദ. മോനെ അരവിന്ദേട്ടനുള്ളപ്പോഴും ഇല്ലാണ്ടായപ്പോഴൊക്കെ നീ ഒരുപാട് സഹായങ്ങൾ ഈ വീട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. വിനീതിൻ്റെ കൂട്ടുകാരനല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിന്നെ ഈ വീട്ടിലേക്ക് കയറ്റിയതും. പക്ഷേ ഞങ്ങളങ്ങനെ വേറൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല. നിൻ്റെ അമ്മ പറഞ്ഞത് പണക്കാരെ മക്കളെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കുന്നതാണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പേര് നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരരുത്, അതുകൊണ്ട് ദൈവം ഇത് മോൻ ഈ വീട്ടിലേക്ക് ഇനി കാലെടുത്ത് വെക്കരുതെന്ന് തന്നെ പറയാണ് കേട്ടോ. അപ്പോൾ നിവിൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനീത് നിവിനെ വിളിച്ച് പോകുകയാണ് കേട്ടോ. കാവേരിക്കാണെന്നുണ്ടെങ്കിൽ നിവിൻ ഇങ്ങനെ ഇറങ്ങി പോകുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം വരികയാണ് കേട്ടോ. കാവേരിനെ തന്നെ വിനീത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ കാവേരി വന്നിട്ട് അറിയാം അമ്മേ എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ ശാരദ പറയും, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നീ പറയണ്ട, ഇനി എന്തായാലും നീ അവനെ കാണാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഞാനതിന് അങ്ങനെയൊന്നും എന്ത് തന്നെ ആയാലും എനിക്കതൊന്നും കേൾക്കണ്ട, പക്ഷേ അങ്ങനൊരു മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. വലിയ വീട്ടിലെ ആൾക്കാരെ കണ്ണും കൈയും കാണിച്ച് മയക്കി ഈ വീട്ടിലേക്ക് ക്ഷണിച്ച് വരുത്തി എന്നുള്ളൊരു പേര് നമുക്ക് കിട്ടരുത്. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ഇത്തിരി പണം കുറവുണ്ടായാലും നല്ല രീതിയിൽ ജീവിക്കുന്നതെന്ന് ആൾക്കാർ പറയണം, അല്ലെങ്കിൽ ജീവിച്ച് നിന്നിട്ട് കാര്യമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് കാവേരി എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ ശാരദനോട് കാവേരി പറയുന്നുണ്ട്, അമ്മ അവർ വന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു ഇഷ്ടവും എനിക്ക് വിനീതിനോടില്ല, പ്രസവിച്ച് വളർത്തിയ അമ്മ ഈ ഒരു വാക്കെങ്കിലും എൻ്റെ കേൾക്കാമെന്ന് പറയും കേട്ടോ. ശാരദ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുമ്പോൾ ഗംഗ വന്നിട്ട് പറയുന്നുണ്ട്,
മോളെ അതിനൊരു അവസരം നീ ഉണ്ടാക്കിയിട്ടല്ലേ, എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലുള്ളൊരു ഫോട്ടോ ഇവിടെ വന്ന് കൊണ്ട് കാണിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നിവിനും വിനീതും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനീത് നിവിനോട് പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങനെയൊക്കെ ആയി, നിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞതല്ലേ, എന്തായാലും അമ്മ ഇങ്ങനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, അമ്മ തെറ്റിദ്ധരിച്ചതല്ലടാ എന്ന് പറയട്ടോ. തെറ്റിദ്ധരിച്ചതല്ലെന്ന്? അതെ, അമ്മ തെറ്റിദ്ധരിച്ചതൊന്നുമല്ല, എനിക്ക് സത്യത്തിൽ എനിക്ക് കാവേരിനെ ഇഷ്ടമാണ്, ബ്രോനോട് ഒളിച്ചു വെച്ചതൊന്നുമല്ല, ഞാൻ പലതവണ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പറയാനുള്ളൊരു അവസരം കിട്ടിയില്ല. പക്ഷേ പിന്നീട് കല്യാണത്തിൻ്റെ ആ പാർട്ടി നടന്നപ്പോൾ ഞാൻ പറഞ്ഞതാ, പക്ഷെ അന്ന് അളിയൻ കഴിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും അളിയൻ മനസ്സിൽ വെച്ചില്ല, ഓർത്തില്ല. പിന്നീട് ഞാനത് പറയാൻ വന്നപ്പോഴേക്കും അളിയനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയണമെന്ന് തോന്നി, പക്ഷേ അതിനുള്ള ധൈര്യം കിട്ടിയില്ലടാന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിനീത് പറയാണ്, നീ പറയുന്നതൊക്കെ സത്യമാണോ? അതെ, എനിക്ക് കാവേരിനെ ഇഷ്ടമാണെന്ന് പറയട്ടോ. അപ്പോൾ വിനീത് പറഞ്ഞു, നിൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ ആ സമ്മതത്തോടെ അറിവോടും കൂടിയിട്ടല്ല അതൊന്നും ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് പറയും. അപ്പോൾ വിനീത് പറയുന്നാലും സാരില്ലടാ, നീ അവളെ മറന്നേക്ക്, കാവേരിക്ക് ഇതിനെക്കുറിച്ച് അറിയുമെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും അവൾക്ക് എൻ്റെ പ്രണയം ഫീൽ ചെയ്യാതിരിക്കില്ല, അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നുന്നത്, എൻ്റെ അതേ അവസ്ഥയായിരിക്കും അവൾക്കെന്നൊക്കെ നിവിൻ പറയുന്നുണ്ട്. അപ്പോൾ നീ എന്തായാലും ഇത് മറന്നേക്ക്, നിൻ്റെ അമ്മേൻ്റെ കാര്യമൊക്കെ അറിയാലോ, അവരൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു അറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല, അവരൊക്കെ കാര്യം ഞാൻ എന്തിനു നോക്കുന്നത്, എൻ്റെ ലൈഫിൻ്റെ കാര്യം ഞാനല്ലേ ഇടാൻ നോക്കേണ്ടത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നീ ഇതൊക്കെ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. നീ ഇപ്പോൾ അതെ, ഞാൻ ആത്മാർത്ഥം തന്നെയാണ് പറയുന്നത്, പക്ഷെ നീ എന്നോട് ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് നിവിൻ പറയാൻ കേട്ടോ. എടാ, നീ കാവേരിനെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാൻ തന്നെയായിരിക്കും, പക്ഷേ നിൻ്റെ അമ്മാവൻ ഏത് രീതിയിലാണ് ഇതിനോട് പ്രതികരിക്കാമെന്ന് എനിക്ക് അറിയേയില്ല എന്ന് പറയട്ടോ. എടാ അളിയ, എനിക്ക് കാവേരിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്, ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം, അവൾക്ക് അവളുടെ വീട്ടുകാർക്കും ഒരു വിഷമം വരാതെ ഞാൻ നോക്കിക്കോളാം എന്നൊരു വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ വിനീത് പറയുന്നത് ശരി എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയാണ് കേട്ടോ. രാത്രി ഒരുപാട് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ നിവിൻ വീട്ടിലേക്ക് വരുന്നത്. അമ്മയ്ക്ക് എന്തിൻ്റെ കേടാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്താ കാര്യം എന്ന് ചോദിക്കണം. അമ്മ എന്തിനാണ് കാവേരിയുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ പോയി സംസാരിക്കാനായിട്ട് സാഹചര്യം ഒരുക്കിയിട്ടല്ലേ എന്ന് ചോദിക്കും. അവർക്കല്ലാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് അമ്മ ഇതും കൂടെ ചെന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ, അവരുടെ പ്രശ്നങ്ങൾ മാത്രമേ നിനക്ക് അറിയേണ്ടുള്ളൂ, എൻ്റെ പ്രശ്നങ്ങളൊന്നും നിനക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ, അമ്മയ്ക്ക് എന്ത് പ്രശ്നം എന്ന് ചോദിക്കാനായിട്ട്. എടാ, പട്ടുസാരി കൊടുത്ത് ഇങ്ങനെ നടക്കുന്ന എന്നെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, നീ പട്ടിണിയോ കഷ്ടപ്പാടോ ഒന്നും അറിഞ്ഞിട്ടില്ല, പക്ഷേ നിൻ്റെ അമ്മ അത് അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മരണം വരെ ഞാൻ ജോലി എടുത്തുകൊണ്ടിരിക്കും, ഈ റിസോർട്ട് എങ്ങനെ പോകുന്നോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ നീയോ നിൻ്റെ ഛത്തീസ്ഗഡിലിരിക്കുന്ന അച്ഛനോ അറിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നിനക്ക് പഠിക്കാൻ ഉള്ള ആവശ്യമായിട്ടുള്ള പണം അയച്ചു തരുമ്പോൾ നീ പണത്തിനെ കുറിച്ചുള്ള വില എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ, ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്ന് പറഞ്ഞു, വൈൽഡ് ഫോട്ടോഗ്രാഫി പഠിക്കണം എന്ന് പറഞ്ഞു, ബിസിനസ് പഠിക്കണം എന്ന് പറഞ്ഞു, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾക്ക് നിനക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ട്, നാട്ടിലേക്ക് തിരികെ വന്നപ്പോൾ പോരുന്നില്ല എന്നും പറഞ്ഞു, ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, എന്തായാലും നീ ഇനി തിരികെ പോക്കോളാൻ തന്നെ രാജേശ്വരി വിനീതിനോട് പറയാൻ കേട്ടോ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രമോല് വിനീത് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗ വരാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ രഹസ്യമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഗംഗ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ദാസൻ വീണ്ടും ഒടിഞ്ഞ കഴുത്തുമായിട്ട് പണമൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. അതായത് സ്വത്തൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ വരികയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല പെരുമാറാൻ പോകുന്നത്, നമുക്ക് ഈ പ്രാവശ്യം വിചാരിച്ചതൊക്കെ നടത്തിയിട്ടേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം ദാസൻ വന്ന ആ സമയത്ത് തന്നെ ഗംഗയും വിനീതും കൂടി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ വിനീതിനോട് ദാസൻ മോശമായിട്ടാണ് സംസാരിക്കുന്നത്, നീ ഈ രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പുഴുവരിച്ചവർ ചത്തുപോകും, അവർ മാത്രമല്ല നിൻ്റെ പെങ്ങളും കൂടിക്ക് അങ്ങനത്തെ ഒരു ഗതി വരുന്നൊക്കെ പറയുമ്പോഴേക്കും വീണ്ടും ദാസൻ്റെ കഴുത്തിന് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ വിനീത്. അത്രയാണ് ഇന്നത്തെ പ്രമോയിൽ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ